നല്ല ചെറുക്കായിരിക്കുന്നു. ശരിയാണല്ലോ അളിയാ. അടുത്ത് പോയി നോക്കണോടാ അളിയാ. സുന്ദരിയാണോ ഉള്ളത്? വിളിക്കടാ, വരുവോടാ. ഇവിടെ കാറുണ്ടോ? ഓടണം. എന്നെ കൊല്ലരുത്, ഞാൻ സത്യം പറഞ്ഞേക്കാം. എന്നെ കൊല്ലരുത്. ഇവൻ ഏത് നമ്പറിൽ നിന്നാ ഫോൺ വന്നു നോക്കി. ശരി അണ്ണാ. അണ്ണാ ഇത് ലാൻഡ് നമ്പറാ. അപ്പൊ അവരെ ഇവന്റെ കൂടെ അങ്ങ് അയച്ചേക്കാം. സന്ദീപ് സാർ, സന്ദീപ് സാർ, സാർ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തോ ഭാഗ്യം. സത്യമായിട്ട് വെളിയിൽ പോകുമ്പോൾ എന്താണ് സാർ ഈ കാണിക്കുന്നത്? ഗുഡ് മോർണിംഗ് മോളെ. നീ ഇങ്ങ് എത്തിയോ? ഇപ്പൊ നിനക്ക് സന്തോഷല്ലേ? എന്താ എങ്ങനെ നോക്കുന്നേ? കേസാവുന്ന പേടിയുണ്ടാ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്. തട്ടിക്കളഞ്ഞ പറ, എന്ത് പറ്റി? ഇല്ല, ആരെയും കൊന്നില്ല. നിന്റെ ഉന്നം തെറ്റിയോ? ഷൂട്ട് ചെയ്തപ്പോ കൈ വിറച്ചോ? നീ ഉദ്ദേശിച്ച ആളെ കിട്ടിയില്ലേ? അല്ല, കിട്ടിയിട്ട് കൊല്ലാൻ പറ്റിയില്ലേ? എന്താ സംഭവിച്ചെന്ന് പറ. ആരോട് പക പോക്കാൻ വേണ്ടി രാത്രി തന്നെ പുറപ്പെട്ടു പോയതല്ലേ? ഛേ, കയ്യിൽ തോക്കുണ്ടെങ്കിൽ വൈരാഗ്യമുള്ളവരൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നു നിൽക്കുന്നു.
എല്ലാവരും എന്നെ കഷ്ടപ്പെടുത്തുന്നു, എന്റെ ജീവിതം തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ നിരാശ ഞാൻ കണ്ടു. അടുത്തടുത്ത് പരാജയങ്ങൾ നിന്നെ വേട്ടയാടുന്നത് ഞാൻ മനസ്സിലാക്കി. ജയിക്കാൻ ഒരു ചാൻസ് തന്നു, അത് നീ പ്രയോജനപ്പെടുത്തിയില്ല. ലൈഫിൽ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടുമോ നിനക്ക്? സന്ദർഭം കിട്ടാതെ ആവേശം അടക്കുകയാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. സന്ദർഭം കിട്ടിയിട്ടോ അത് ഉപയോഗപ്പെടുത്താതെ വന്നത് അത് നിന്റെ കഴിവുകേടാണ്. നിന്നെ പോലുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാ, ജീവിതകാലം മുഴുവൻ പേടിച്ച് ചാവും. എന്നെ രക്ഷിച്ചതിന് നിന്റെ ശത്രുക്കളെ കൊല്ലാൻ സന്ദർഭം തന്നെന്ന് ഞാൻ സന്തോഷിച്ചു. പക തീർത്ത് ഭയമില്ലാതെ സുഖമായിട്ട് ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിനക്ക് ഞാനൊരു തോക്ക് തന്നു, അതിലൊരു ബുള്ളറ്റും തന്നു. കൊല്ലേണ്ടവൻ മുന്നിൽ വന്ന് നിന്നിട്ടും അവനെ കൊല്ലാതെ വന്നിരിക്കുന്നു. കൊല്ലേണ്ടവനെ കിട്ടിയില്ലേ? കിട്ടിയിട്ടും കൊല്ലാൻ പറ്റിയില്ലേ? എന്താ സംഭവിച്ചെന്ന് പറ. എന്തു പറയാനാ? ഞാൻ പോയ സ്ഥലത്തൊക്കെ നീ എന്റെ ശത്രുവായി വന്നു എന്ന് പറയണോ? എന്റെ ജീവിതം ഇങ്ങനെ മാറിപ്പോയതിന് നീയാണ് കാരണമെന്ന് ഞാൻ പറയണോ? അനിതയുടെ ജീവിതത്തിൽ കളിച്ച ആ ഹോട്ടലിന്റെ ചെയർമാൻ നീയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ നീ ഒരു മഹാസ്വാർത്ഥനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വെറുതെ വിട്ടു. ആ ഹോട്ടലിന്റെ മുതലാളി കൃഷ്ണൻ നായർ എന്റെ മകളെ വ്യഭിചരിക്കാനുള്ള ഉപകരണമാക്കി മാറ്റി. സന്ദീപ് നിന്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ അത്രയും നല്ല ഒരു മകൻ നിനക്ക് എങ്ങനെ ജനിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പണത്തിന്റെ പുറത്തുള്ള ഭ്രാന്താണതെന്ന് ഞാൻ കരുതി. സന്ദീപ് ഇവിടെ ഇല്ല മോളെ. വീട്ടിലേക്ക് വന്നിട്ട് 3 മാസമായി. എനിക്കെന്താന്നറിയില്ല, എന്തോ പേടി തോന്നുന്നു. റൗഡുകളെ അയച്ച് എന്റെ ഡാഡിയെയും മമ്മിയെ നീ കൊന്നപ്പോ നീ എന്തുമാത്രം ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞു. മരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കള്ളം പറയോ? നിന്റെ അച്ഛനും അമ്മയും കൊല്ലാൻ പറഞ്ഞത് കൃഷ്ണപ്രസാദ. ഇതുപോലുള്ള ഒരു രാക്ഷസനെ ഞാൻ എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇന്ന് രക്ഷിച്ചത് ഒരു കൊലയാളിയല്ല, ഒരു ക്രിമിനലാണെന്ന് അറിഞ്ഞ് ഞാൻ നൽകിയ ജീവൻ ഞാൻ തന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. എന്റെ ഈ കൈകൾ കൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. നീ തന്ന ഈ തോക്ക് കൊണ്ട് തന്നെ നിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കുന്നു. എനിക്കതിന് സാധിക്കുമോ? നിന്റെ കയ്യിൽ തോക്കുണ്ട്, അതിന്റെ ഉള്ളിൽ ബുള്ളറ്റുണ്ട്. നീ കൊല്ലേണ്ടവൻ മുന്നിൽ വന്ന് നിന്നിട്ടും അവനെ കൊല്ലാതെ നമസ്കാരം. വാർത്തകൾ. ഇത്രയും കാലം ബിസിനസ്സുകാരൻ എന്ന ജനങ്ങളെയും സർക്കാരിനെയും വിശ്വസിപ്പിച്ച് പല രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൃഷ്ണപ്രസാദ് എന്ന KP ആണെന്ന് CBI കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒളിവിലുള്ള കൃഷ്ണപ്രസാദിനെ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് CBIക്ക് ലഭിച്ച ഒരു ഫോൺ കോൾ മുഖേന രാജ്യത്തെ വലിയ വ്യവസായ പ്രമുഖൻ കൃഷ്ണപ്രസാദിനെയും സംഘത്തെയും CBI ഇൻസ്പെക്ടർ സന്ദീപ് അറ്റാക്ക് ചെയ്തു. അവിടെ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ വലിയ ആയുധം കടത്തുന്ന മാഫിയ സംഘത്തിന്റെ തലവൻ കൃഷ്ണപ്രസാദിനെ കുറിച്ചുള്ള വിവരം കിട്ടി. വർഷങ്ങളായി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണപ്രസാദ് ഇന്നലെ പോലീസിന്റെ പിടിയിലായി. രക്ഷപ്പെടാൻ ശ്രമിച്ച കൃഷ്ണപ്രസാദിന്റെ കാർ അപകടത്തിൽപ്പെട്ടു. സംഭവ സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണപ്രസാദിനെ ആരോ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കൃഷ്ണപ്രസാദിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചാൽ സമ്മാനം നൽകുമെന്ന് നമ്മുടെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രസാദിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആരെങ്കിലും സഹായിച്ചാൽ അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പോലീസ് അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യദ്രോഹിയായ കൃഷ്ണപ്രസാദ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇതുപോലുള്ള ആൾക്കാർ ജീവനോടെ ഇരുന്ന നമ്മുടെ രാജ്യം ഒരു ശ്മശാനമായി മാറും. ഇങ്ങനെയുള്ള എൻ്റെ അച്ഛനെ എങ്ങനെ കൊല്ലണമെന്ന് ഞാൻ വിഷമിച്ചിരുന്നപ്പോ നീ തന്നെ അത് ചെയ്തു. നീ ചെയ്താൽ അത് തെറ്റാണ്, ഞാൻ ചെയ്താൽ അത് നിയമവും. എന്താ അങ്ങനെ നോക്കുന്നത്? ഞാനങ്ങനെ ജീവനോടെ വന്നു. എൻ്റെ ഒരു കൊളീഗ് എന്നെ സഹായിച്ചു. ഇനി എന്താ സംശയം? സന്ദീപ് CBI ഓഫീസറാണെന്ന്. എനിക്ക് ചലഞ്ചിങ് ജോബാണ് ഇഷ്ടം. അത് ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. സീക്രട്ട് ജോബ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത്. നിങ്ങൾ ബുദ്ധിശാലി തന്നെ. അതുകൊണ്ട് തന്നെയല്ലേ മോളെ നിന്നെ ഞാൻ സെലക്ട് ചെയ്തത്.